നമ്മളിന്ന് ഫാക്ട് ചെക്ക് സീരീസിൽ പരിശോധിക്കുന്നത് പ്രൊഫസർ സി രവിചന്ദ്രൻ സാറിൻ്റെ ഒരു ക്ലിപ്പാണ്. അപ്പോൾ ആ ക്ലിപ്പ് ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇൻട്രൊഡക്ഷൻ ആയിട്ട്, ഇത്രയും നിഷ്കളങ്കമായി ഇത്രയും ജെന്യൂനായി ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ, അല്ലെങ്കിൽ നോണ ഒരു ഉളുപ്പില്ലാതെ പറയാൻ, ജെന്യൂനായി തോന്നിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന വേറെ മനുഷ്യനുണ്ടോ എന്നുള്ളത് സംശയമാണ്. ആ ക്ലിപ്പും ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഓക്കെ. നാഷണലിസം ഇല്ല കമ്മ്യൂണിസത്തില്. ഇസ്ലാമിലെ ഐസിസ് ആണ് ശരിക്കും ഇസ്ലാം. ശരിയായ ഇസ്ലാം ഐസിസ് ആണ്. കാര്യം ഐസിസ് പറയുന്ന ഒന്നും ഇസ്ലാം വിരുദ്ധമല്ല. അന്ന് അങ്ങനെ ഒരാൾ പോലും അതിന് ഐസിസ് പറയുന്ന ഇന്ന കാര്യം ഇസ്ലാം വിരുദ്ധമാണ് എന്നൊരാൾ ഇന്നേ അവരെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിലുള്ള ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഒന്നാമത്തെ കാര്യം, ഐസിസ് ആണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാം വന്നത് എന്താണ്? 20ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം വന്നത്. അതിന് മുമ്പ് ഇസ്ലാം ഇല്ല. കാരണം 20ാം നൂറ്റാണ്ടിലാണ് ഐസിസ് വന്നത്. ഐസിസും ഐസിസിന്റെ പ്രവർത്തനങ്ങളും 20ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. അപ്പോൾ അന്നാണ് ഇസ്ലാം വന്നത്. 20ാം നൂറ്റാണ്ടിന് മുമ്പ് ഇസ്ലാം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ. അതെ. രണ്ടെന്ന് പറഞ്ഞാൽ ഐസിസ് ചെയ്യുന്ന ഇന്ന കാര്യം ഇസ്ലാം വിരുദ്ധമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ മഹത്തായിട്ടുള്ള രണ്ട് ചെവിക്കും നിരക്കനെ ഒറ്റടി കിട്ടിയാൽ 2 ചെവി അടിച്ചു. അപ്പൊ കേൾക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്താ അങ്ങനെ ആള് പറഞ്ഞിട്ടുണ്ടോ കേൾക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമ്മള് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ മൂപ്പർക്ക് വന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റെ പറ്റിയിട്ടാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ ഇസ്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പോകണമെങ്കിൽ ഒന്നിങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോകാം. എങ്ങോട്ട് പോകണമെങ്കിൽ എന്തിന്റെ ഒപ്പം അത് കമ്മ്യൂണിസം. ചോദ്യം കമ്മ്യൂണിസം ദേശീയതയ്ക്ക് എതിരല്ലേ? ഉത്തരം ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാം എന്താ പറയാ ഇന്റർനാഷണൽ ഉമ്മത്ത് പരിപാടിയാണ്. ഉമ്മത്ത് പറഞ്ഞ ഇസ്ലാം ആണല്ലോ. ഇസ്ലാം അങ്ങനെയാണ്. എന്താണ് അതായത് പിന്നെ ഒന്ന് വെച്ചാൽ, ഒന്ന് മുസ്ലിങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ ഒന്ന് കൊട്ടിപ്പോകും. രണ്ടെന്ന് പറഞ്ഞാൽ ഒരു റിഗ്രറ്റും ഇല്ലാതെ മുസ്ലിങ്ങളെ പറ്റി പറയും. അല്ല, ഈ കുട്ടി പോയിക്കോട്ടെ, കുട്ടുന്ന സാധനം ഉള്ളതാണെങ്കിൽ പിന്നെയും പറയാം. ഇതില്ലാതെ വളച്ചൊടിച്ചിട്ടൊക്കെ പറയണത് ഫൈൻ. ഇത് വളക്കാൻ പോലും നിങ്ങൾ പറയുന്ന സാധനം ഒരു കണക്ഷനും ഇല്ല. ഇപ്പൊ മുപ്പര് ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന അറഫ പ്രസംഗം എന്നാണ്. മുപ്പര് നിങ്ങൾ അറഫ പ്രസംഗത്തിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വായിച്ചോണ്ടെങ്കിൽ ഇരിക്കാട്ടോ. വായിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ പറയുന്നുണ്ട് ഒരാളുടെ പ്രവർത്തനത്തിന് മറ്റൊരാൾ ഉത്തരവാദിയാവുകയില്ല. അപ്പൊ ഇങ്ങോട്ട് ഖുർആന്റെ ആയത്താണ്. അപ്പൊ ഇത് വായിക്കുമ്പോ അങ്ങനെ റെഫറൻസ് ഉണ്ടല്ലോ, പ്രസംഗം മൊത്തം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വായിക്കുമ്പോ അതൊക്കെ കേൾക്കുമ്പോ നല്ലതായി തോന്നില്ലേ? ഒരാളുടെ ഏൽക്കില്ല എന്നുള്ളത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് വീക്കാണ്. എന്ത് വീക്ക്? ഒരൊറ്റ വീക്ക് കൊടുത്താൽ ആ വീക്ക് ഏതാന്ന് മനസ്സിലാവും. ആ വീക്കിന്റെ പ്രശ്നങ്ങളിലൂടെ. കാരണം അയ്യോ നമ്മള് വീക്ക് കൊടുക്കേണ്ട. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വീക്കില്ല. ഖുർആൻ ഫുൾ ഒതന്റിക് ആയിട്ട് കേട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ വീക്കും പിന്നെ സ്വഹീഹും വൈഫൊക്കെ ഉണ്ട്, വീക്കും അല്ലാത്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഹദീസിനെ കുറിച്ചാണ്. അല്ല, അത് മൂപ്പർക്ക് കൊണ്ടത് മൂപ്പർക്ക് അറിയാം. പക്ഷെ സിമ്പിൾ വെച്ചാല് മൂപ്പർക്ക് ഇസ്ലാമിനെ പറ്റി നല്ല എന്ത് കേട്ടാലും അത് നേരെ പ്രമാണമാണോ ഹദീസാക്കും. ഖുർആൻ ഹദീസ് ആണോ, ഹദീസിന് എത്ര പണ്ഡിതന്മാർ സ്വഹിയാക്കലും കുഴപ്പമില്ല, രവി എന്ത് ചെയ്യും, അതിനെ വീക്കായി കളയും. അതേപോലെയോ അതിനേക്കാൾ തീവ്രമായിട്ടുള്ളൊരു നുണയാണ് എന്ത് ചെയ്ത് ഇപ്പൊ പറഞ്ഞത്. അഥവാ ഒന്ന് ഇസ്ലാം ഐസിസ് ആണെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം 20ാം നൂറ്റാണ്ടിലാണല്ലോ ഐസിസ് ഉണ്ടായത്. അപ്പൊ അപ്പോഴാണ് ഇസ്ലാം ഉണ്ടായത്. വളരെ ലോജിക്കലായിട്ടൊരു സാധനമാണ്. രണ്ടെന്ന് പറഞ്ഞാൽ ഐസിസ് പറഞ്ഞ കാര്യങ്ങളെ ഒരു ഇസ്ലാമിക് പണ്ഡിതനും ഇന്ന കാര്യം എതിരാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് മനുഷ്യൻ നുണ പറയുന്നത്? ഇതുവരെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അൺമാസ്കിന്റെ ചാനലിന്റെ വീഡിയോസിനെ കാണുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെ നമ്മൾ എത്രയോ വീഡിയോകളിൽ ഈ വീക്കെൻഡ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മേ ബി ഐസിസിന്റെ പ്രശ്നങ്ങൾ പറയുന്ന, അവരെ തിരുത്തുന്ന, അല്ലെങ്കിൽ അവർ തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരുപാട് പ്രസ്താവനകൾ കാണാൻ കഴിയും. നമ്മളുടെ തന്നെ എത്രയോ വീഡിയോകൾ, അഥവാ മലയാളത്തിലുള്ള ലോകത്ത് ഒരുപാട് ഭാഷകളിൽ ഇസ്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ഭാഷകളിൽ ഒരു ഭാഷ മാത്രമായ മലയാളത്തിൽ അവിടെ തന്നെയുള്ള ഇഷ്ടംപോലെ ചാനലുകൾ, ഇഷ്ടംപോലെ പ്രഭാഷകന്മാർക്കിടയിൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് തന്നെ ഐസിസ് പറയുന്നത് പ്രശ്നമാണ്, ഐസിസ് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് ഒരുപാട് തവണ പറയുന്നു. ഇയാൾ പറയുന്നു ഇസ്ലാമിന്റെ ഭാഗമായ ഒരാൾ പോലും ഐസിസിനെ ഇത് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ ലിസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി എന്നാണ്. എൻ്റെ ഓർമ്മ വെച്ചാൽ എത്രയോ മുമ്പ് ഞാനൊക്കെ ചെറുപ്പം ആയിരുന്ന സമയത്ത് അന്നേരം ഐസിസ് വരും. നമ്മളൊക്കെ 2014 ആ ടൈമിലൊക്കെ. അന്ന് എൻ്റെ ഓർമ്മയിൽ വെച്ചാൽ അന്നത്തെ അറഫ പ്രസംഗം നടത്തിയല്ലോ. അന്നത്തെ അറഫ പ്രസംഗം എന്ന് പറഞ്ഞാൽ 40 ലക്ഷം ആൾക്കാരായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ആ പ്രസംഗത്തിൽ ഓൺലൈനായിട്ട് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. ലൈവ് ടൈം അവിടെ എത്ര ആൾക്കാരുണ്ട്? 40 ലക്ഷം ആൾക്കാരുണ്ട്. അവരെ മുന്നിൽ നിർത്തിയിട്ട് അന്നത്തെ ഇസ്ലാമിക ലോകത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അറഫ പ്രസംഗത്തിൽ സംസാരിക്കുക. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, അദ്ദേഹം പറഞ്ഞ വെച്ചാൽ ഐസിസിനെതിരെ ഓരോ മുസ്ലിമും അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ്. ഓരോ മുസ്ലിം അവർക്ക് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ ആ ചെയ്യണം എന്നാണ്. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഗ്രാൻഡ് മുഫ്തിയാണ്. അതായത് സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം ഏറ്റവും ആദരിക്കപ്പെടുന്ന പണ്ഡിതനാണ്. അതെ, ആ
പണ്ഡിതനാണ് പറയുന്നത് 2014 ഇന്നും ഇന്നലെ അല്ല പറഞ്ഞത്, അത് വരുന്ന സമയത്ത് ഈ ICS അല്ലെങ്കിൽ ദായിഷ് എന്ന് പറഞ്ഞിട്ട് അവർ വരുന്ന സമയത്ത് ആ സമയത്ത് പറയാണ് ഇവർക്കെതിരെ ഓരോ മുസ്ലിം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ഇനി ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. ഇപ്പോൾ ഇയാൾ എപ്പോഴും പറയാനുള്ള നിങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്തോളൂ എന്ന് പറയാറുണ്ട്. ഗൂഗിൾ ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ മണ്ടത്തരം പറയാൻ കഴിവുള്ള വേറെ മനുഷ്യനല്ല. അപ്പൊ അന്ന് വേറൊരു പോൺ വീഡിയോന്റെ വിഷയത്തിൽ ഒരു ലിസ്റ്റ് ഇട്ട് പറയാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ ചെയ്തോളൂ. അപ്പോഴല്ല എപ്പോൾ ഗൂഗിൾ ചെയ്താലും മൂപ്പർ പറഞ്ഞ ലിസ്റ്റ് കിട്ടൂല. പക്ഷെ മൂപ്പര് കോൺഫിഡൻസ് വെച്ചാൽ മൂപ്പർ ഗൂഗിൾ ചെയ്തോളൂ എന്ന് പറയുന്ന മനുഷ്യന്മാരും ഗൂഗിൾ ചെയ്യില്ല എന്നുള്ളതാണ്. ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ISIS അല്ലെങ്കിൽ ഇസ്ലാമിക് സ്കോളേഴ്സ് അഗെയിൻസ്റ്റ് ISIS മാത്രം അടിച്ചു നോക്കുക. അങ്ങനെ വരുമ്പോ ഇപ്പൊ ജെമിനിന്റെ ഒരു ഇസ്ലാമിക് സ്കോളേഴ്സ് ഓൺ ISIS ഐസിസിനെ കുറിച്ച് ഇപ്പൊ ജെമിനി ഉള്ളതുകൊണ്ടേ മുപ്പർക്ക് അറിയാലോ, ഇതുവരെ ഒരു സ്കോളറും പറഞ്ഞിട്ടില്ലെന്ന് അറിയാലോ. അപ്പൊ ജെമിനി ഉള്ളതുകൊണ്ട് ജെമിനി എന്ത് ചെയ്യും, AI ഓവർവ്യൂ എടുക്കും. എഗെയിൻസ്റ്റ് ISIS നോക്കുമ്പോൾ ഇല്ല, അങ്ങനെ എഗെയിൻസ്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല, ആരും പറഞ്ഞിട്ടില്ല എന്നുള്ള ഓവർവ്യൂ മുപ്പര പെർസ്പെക്റ്റീവിലാണെങ്കിൽ എന്ത് ചെയ്യണം, ജെമിനി കൊടുക്കണം. ഇനി എഗെയിൻസ്റ്റ് വേണ്ട, ഓൺ കൊടുത്താൽ മതി. ഇഷ്ടംപോലെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒരു സൈറ്റിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് റെഫറൻസ് വിത്ത് റെഫറൻസ് ഉള്ളതാണ് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫത്വകൾ നമുക്ക് കാണാൻ കഴിയും. അതിലിപ്പോൾ സിംപിളി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടംപോലെ ആൾക്കാരെ ഫത്വ, ഈവൻ ഇസ്ലാമിൻ്റെ സകല ധാരകളിലുള്ള പണ്ഡിതന്മാരെയും അസോസിയേഷനിലും ഒക്കെ ഫത്വകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും എതിർക്കുന്നതാണ് ISISനെ. അപ്പോൾ അതിൽ അസോസിയേഷൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് ഇൻ ഇറാഖ് അവർ ഒരുപാട് വലിയൊരു റീസൺസ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. 6ഓളം കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മറ്റേ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ സ്റ്റേറ്റിനെതിരെ പോരാടുന്നതിന് പ്രശ്നം പറയുന്നുണ്ട്. അതേപോലെ തന്നെ റോബറി ISIS ചെയ്യുന്ന മോഷണത്തിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. അതേപോലെ തന്നെ മൈനോറിറ്റികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ISISനെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. ഇനി അതുമല്ല, അൽ അസറിലെ ഈജിപ്ത് അൽ അസറിലെ ഗ്രാൻഡ് ഇമാമായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് തൊയ്യിബിൻ്റെ പ്രസ്താവന പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫത്വ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗദി ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ആലു ഷെയ്ഖിൻ്റെ ഫത്വ പറയുന്നുണ്ട്. പിന്നെ 2 ഹറമുകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇമാമായിട്ടുള്ള ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് അദ്ദേഹത്തിൻ്റെ ഫത്വ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈജിപ്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള മുഫ്തി ഷാഖി ആലത്തിൻ്റെ ഫത്വ പറയുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ, അഥവാ അറിവന്വേഷണത്തിന് താൻ എവിടെ നിന്നോ സ്വീകരിച്ചു വെച്ചിട്ടുള്ള തൻ്റെ മനസ്സിൽ കുത്തിക്കയറ്റിയിട്ടുള്ള വെറുപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രം എന്തെങ്കിലും കാര്യം പറയുന്നതിനപ്പുറം അറിവന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നിമിഷം, ഒരു സെക്കൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വിവരം മാത്രമാണിത്. ഒരു സ്കോളർ പറഞ്ഞതിനെ പറ്റിയല്ല പറയുന്നത്, ഏതൊക്കെ സ്കോളറിനാണോ സംസാരിക്കാൻ കഴിയുന്നത് ആ സ്കോളേഴ്സ് മൊത്തം പറയുന്നു. ഇനി കേരളത്തിലാണെങ്കിൽ നിങ്ങൾ റാൻഡംലി ഒരു വെള്ളിയാഴ്ച 2014 ഈ സംഭവം പ്രധാന വാർത്തയായിട്ട് നടക്കുന്ന സമയത്തെ കേരളത്തിലെ പള്ളിയിലെ ഏത് വെള്ളിയാഴ്ച ഖുത്ബക്ക് പോയി കഴിഞ്ഞാലും, അത് മലയാള ഖുത്ബ പറയുന്ന പള്ളിയിലാണെങ്കിൽ ആ തരത്തിലും, ഇനി അതല്ല ഖുത്ബക്ക് മുമ്പോ ശേഷമോ പ്രഭാഷണം നടത്തുന്ന പള്ളിയിലാണെങ്കിൽ ആ തരങ്ങളിലും, എല്ലാ പള്ളികളിലും, കേരളത്തിലെ പള്ളികൾ എന്ന് പറയുമ്പോൾ 1000-1000 പള്ളികളുണ്ട്, ആ എല്ലാ പള്ളികളിലും ഇതിനെ പ്രശ്നവൽക്കരിക്കുന്ന, ഇത് ഇസ്ലാമിൻ്റെ ശൈലിയല്ല, ഇസ്ലാമിൻ്റെ ശീലമല്ല, ഇസ്ലാമിൻ്റെ രീതിയല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അവിടെ സിമ്പിൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഒന്നും കേൾക്കില്ല, ഒന്നും പഠിക്കില്ല, എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ട്, ആ വെറുപ്പിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ പറയുള്ളൂ. എത്ര വലിയ നുണയെങ്കിൽ പോലും എനിക്ക് പറയാൻ മടിയില്ല എന്നൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പള്ളികളിലൊക്കെ ഇത് പറയുന്നു പറഞ്ഞാൽ പള്ളികൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ചോദിച്ചതെന്ന് വെച്ചാൽ ISISൽ ഇസ്ലാം അല്ലാത്ത എന്താ ഉള്ളതെന്നാണ്. ഓക്കെ, അപ്പം ISIS ഇസ്ലാം ആയിരുന്നെങ്കിൽ എന്തിനാണ് ഈ കണ്ട എല്ലാവരും എതിർക്കുന്നത്? ഇപ്പോൾ ഒരു വലിയ ലിസ്റ്റ് വായിച്ചു, ഇത് തന്നെ വളരെ സെലക്റ്റഡ് ആയിട്ടാണ് വായിച്ചത്. ഞാൻ അപ്പം അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്, ഇത് ഈ തീരുന്നില്ല ലിസ്റ്റ്. അപ്പം ഇത്രയും സെലക്റ്റഡ് ആയിട്ട് വായിച്ചാൽ തന്നെ എത്ര ഉണ്ട്, അപ്പോൾ എത്രത്തോളം ഉണ്ടാവും ലിസ്റ്റ്? അപ്പോൾ ഇത്രയും ആൾക്കാർ ഇതിനൊക്കെ എതിർത്തു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവർ എതിർക്കുന്നത്? ഇപ്പോൾ ഇസ്ലാം ആയിരുന്നു ISIS എങ്കിൽ നമ്മളെല്ലാവരും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ ആളുകളാണ്, നമ്മളതിനെ അനുകൂലിക്കല്ലേ വേണ്ടത്, നമ്മൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? അപ്പോൾ അവിടെയാണ് ISISൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ സ്കോളേഴ്സൊക്കെ എന്തിനാണ് എതിർക്കുന്നത്? നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ മാത്രമല്ല, സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തിനാണ് എതിർക്കുന്നത് ഇസ്ലാമിനെ? അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ല, ഇത് മറ്റ് പല പൊളിറ്റിക്കൽ കാര്യങ്ങളുടെയും ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവസാന കാലഘട്ടത്തിൽ വരുന്ന ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഹവാരിജികൾ, അദ്ദേഹം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹവാരിജികൾ എന്നുള്ളതാണ് ഇവരെക്കുറിച്ചൊക്കെ പല സ്കോളേഴ്സും പറഞ്ഞിട്ടുള്ളത്. ഹവാരിജികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ആളുകൾ അവസാന കാലഘട്ടത്തിൽ അവർ വരും, അവർ നന്നായി ഖുർആൻ പാരായണം ചെയ്യും. ഓക്കെ, പക്ഷേ ആ ഖുർആൻ പാരായണം അവരുടെ തൊണ്ടക്കപ്പുറത്തേക്ക് എത്തൂല. എന്തൊരു നിസ്കാരമാണ്, എന്തൊരു ഖുർആൻ പാരായണം, പക്ഷേ അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇവരെക്കുറിച്ച് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മുമ്പിലേക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അവർ നരകത്തിലെ പട്ടികളാണ്. അത്രത്തോളം ഇസ്ലാമിന് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഇവരെയാണ് ഇപ്പോൾ രവി വന്നിട്ട് എന്ത് ചെയ്യാണ്?
അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് ഇവർ ഇസ്ലാമാണ് എന്ന് മനസ്സിലായിട്ടുള്ളത് ലോകത്ത് അവർക്കും രവിക്കും ആണ് മാത്രമാണ്. അതായത് നമ്മൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇല്ല. ലോകത്ത് ഇന്തോനേഷ്യയിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, സൗദിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായിട്ടില്ല. ഇവർക്ക് ആർക്കും മനസ്സിലാത്തൊരു ഇസ്ലാം ഇറാഖിലും സിറിയയിലുള്ള ഏതോ കുറച്ച് ആൾക്കാർക്കും രവിക്കും മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനർത്ഥം അപ്പോ രവിയും എന്തോ ഇവര് തമ്മിൽ എന്തോ പരിപാടിയാണ്, നമുക്കറിയില്ല. നമ്മൾക്ക് ഇതിൽ വലിയ പരിപാടിയൊന്നുമില്ല. യെസ്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഫാക്ട് ചെക്ക് സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ രവീന്ദ്രൻ്റെ ഏത് വീഡിയോ കണ്ടാലും നമുക്ക് ഫാക്ട് ചെക്ക് സീരീസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ടാവുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വീണ്ടും ഇത്തരം ക്ലിപ്പുകൾ പ്രതീക്ഷിക്കാം. കൂടുതൽ ഈ മേഖലയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ ചാനലിലുണ്ട്, പരിശോധിക്കുക. അത്തരം വീഡിയോകൾ കാണാനും പഠിക്കാനും അത് ഉപകാരപ്പെടുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.